ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിൻ്റെ പേരാണ് ബ്രേ. ഇവിടുന്ന് അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെബിൾസ് ആണ്. പെബിൾസ് ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകതയും ഭംഗിയൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കാലിൽ കുത്തിക്കൊള്ളുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നേ, വേദന എടുത്തിട്ടുണ്ടല്ലോ, കാല് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് കുഞ്ഞുൻ്റെ. നാട്ടിലെ പോലെ ഓടിച്ചാടി മറയാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അതുപോലെ കാല് നമുക്ക് വേദന എടുക്കും. അതുകൊണ്ട് നിന്നിട്ടുള്ള ചെറിയ പോസൊക്കെ ഇടാമെന്നല്ലാതെ കാല് വേദനയായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് നല്ല തണുത്ത വെള്ളമായിരുന്നു. അതുകൊണ്ട് കാലൊക്കെ മരവിച്ച് ഐസായിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുറേ നേരം വെള്ളത്തിൽ നിന്നായിരുന്നു. ഒരു 1-1.25 മണിക്കൂറെങ്കിലും ഞാൻ ആ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടക്കണ കണ്ടപ്പോൾ കിട്ടുവിനും ഭയങ്കര ആഗ്രഹമായി നടക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്, പിന്നെ അത് കഴിഞ്ഞ് അതും അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരയിലായി ഇരുന്ന് സംസാരം. കുഞ്ഞു എന്തൊക്കെയോ ഭയങ്കര ക്രിയേറ്റിവിറ്റി നോക്കുന്നുണ്ടായിരുന്നു, പല തരത്തിലുള്ള വീഡിയോസ് എടുക്കാനായിട്ട്. ചില വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി ലേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ വെച്ചാൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ചിലത് കുഴപ്പമില്ല അല്ലേ. പിന്നെ കടലിൽ ഇറങ്ങാത്ത കുറച്ച് ജീവികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ പോരാനുള്ള പ്ലാനിലാണ്. കാലൊക്കെ കഴുകി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമാണ്. അപ്പോൾ നേരെ ഐസ്ക്രീമിൻ്റെ അവിടേക്ക് നടന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്ക് ഏകദേശം ഒരു 9:30 സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂര്യൻ നന്നായിട്ടുണ്ടായിരുന്ന കാരണം നല്ല വെളിച്ചമുണ്ടായിരുന്നു. കടലിലെ കാഴ്ച പോലെ തന്നെ ബാക്ക് സൈഡിലെ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന കാരണം. അപ്പം ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. ശുഭദിനം.